മനസ്സിലേക്ക് ഈ ചോദ്യം വന്നാൽ ഞാൻ തറപ്പിച്ച് പറയുന്നു, നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരുപക്ഷെ ISIS രൂപമാവും, ഒരുപക്ഷെ ജെയ്ഷെ മുഹമ്മദിന്റെയോ താലിബാന്റെയോ, അതേപോലെ തന്നെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകൾ നാം വിശേഷിപ്പിച്ചിരിക്കുന്ന അൽ-ഖ്വയ്ദ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുടെ രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം മൂടിയത്. നമ്മുടെ കുഴപ്പമല്ല, അവരാരും തീവ്രവാദ സംഘടനകളല്ല എന്ന അഭിപ്രായം നമുക്കാർക്കുമില്ല. ഏറ്റവും നല്ല തീവ്രവാദ ലക്ഷ്യമൊത്ത തീവ്രവാദ സംഘടനകളാണ്. പക്ഷേ അവർ മാത്രമാണോ തീവ്രവാദ സംഘടനകൾ? തീവ്രവാദം എന്ന് പറയുമ്പോൾ അതൊരു മതത്തിന്റെ പേരിൽ, ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പേരിൽ, പ്രത്യേകിച്ച് ഇസ്ലാം മതവിഭാഗത്തിന്റെ പേരിൽ ചാപ്പകുത്തി ഇസ്ലാം മതവിഭാഗക്കാരാണ് ലോകത്തെ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ അംബാസിഡർമാരെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്ഥാപിക്കാൻ അതിശക്തമായ പരിശ്രമം നടത്തുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് ഓർമ്മ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം മതവിശ്വാസവും ജെയ്ഷെ മുഹമ്മദ് ആവട്ടെ, ISIS ആവട്ടെ, താലിബാൻ ആവട്ടെ, അൽ-ഖ്വയ്ദ ആവട്ടെ, ഈ ഭീകര സംഘടനകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരുപക്ഷെ ഇതിന് നേതൃത്വം കൊടുക്കുന്നതിൽ ഇസ്ലാം മതവിശ്വാസം ഉണ്ടാവാം. പക്ഷേ യഥാർത്ഥ ഇസ്ലാം മതം, ആ ഇസ്ലാം മതം ഉയർത്തിപ്പിടിക്കുന്ന ദൈവസ്നേഹം, ആ ഇസ്ലാം മതം ഉയർത്തിപ്പിടിക്കുന്ന ദൈവസ്നേഹത്തിന്റെ കാരുണ്യ രൂപം ഒരു തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതല്ലെന്ന് ഇസ്ലാം മത വിശ്വാസികൾക്കും ഖുർആൻ വായിച്ച് മനസ്സിലാക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ തീവ്രവാദി എന്നത് ഇസ്ലാം മതവുമായി കൂട്ടിക്കെട്ടാൻ മുതലാളിത്തവും സാമ്രാജ്യത്വവും അതിശക്തമായി പരിശ്രമിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാവേണ്ടതായിട്ടുള്ള. ആരാണ് ഇവർക്ക് സാമ്പത്തിക പിന്തുണ കൊടുക്കുന്നത്? ഇസ്ലാം മത രാഷ്ട്രങ്ങൾ വിചാരിച്ചാൽ, ഇസ്ലാം മത ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി ഭരണം നയിക്കുന്ന രാഷ്ട്രങ്ങൾ വിചാരിച്ചാൽ ഇത്രയും വലിയ ഭീകര സംഘടനകൾക്ക് ആയുധങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്നതാണോ? ആരാ ഇവർക്ക് ആയുധം കൊടുക്കുന്നത്? ആരാണ് ഈ ഭീകരവാദികൾക്ക് അവർക്ക് ആവശ്യമായ സമ്പത്ത് കൊടുക്കുന്നത്? ആരാണ് ഈ ഭീകരവാദികൾക്കെല്ലാം ചെല്ലും ചെലവും കൊടുക്കുന്നത്? ഈ ഭീകരവാദികളുടെ ചെല്ലും ചെലവും കൊടുക്കുന്നവരെ തിരഞ്ഞു ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അത് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ലോകത്തെ സമ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തി അമേരിക്ക ഉൾപ്പെടെയുള്ള മുതലാളിമാരാണ് ഈ ഭീകരരെ തീറ്റിപ്പോറ്റുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത്. അപ്പൊ ആരാണ് തീവ്രവാദി? ഒരു സംശയവുമില്ലാതെ ഇടതുപക്ഷ മനസ്സുള്ളവർ മാത്രമല്ല കേട്ടോ, വലതുപക്ഷക്കാരും തിരിച്ചറിയേണ്ടതും വിലയിരുത്തേണ്ടതുമായ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്തെ ഇന്നത്തെ നമ്പർ 1 തീവ്രവാദി നിങ്ങളൊരു മതവിശ്വാസത്തെയും മതവിശ്വാസത്തിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട സംഘടനയും തെരഞ്ഞു പോകണ്ട. ഇന്ന് വർത്തമാനകാല ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദി എല്ലാ തീവ്രവാദി സംഘങ്ങളെയും സ്പോൺസർ ചെയ്യുന്ന എല്ലാ യുദ്ധങ്ങളുടെയും കാരണക്കാരായ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അമേരിക്കയും ഡൊണാൾഡ് ട്രംപുമാണെന്ന് വിലയിരുത്താൻ കഴിയുന്നിടത്താണ് നമ്മുടെ ലോക സാമൂഹിക വീക്ഷണത്തിൽ വികാസം ഉണ്ടാവേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അമേരിക്കയാണ് ഏറ്റവും വലിയ തീവ്രവാദി. ഇന്ന് ലോകത്ത് എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും നേരിട്ടും അല്ലാതെയും പ്രോത്സാഹനം കൊടുക്കുന്നത് അമേരിക്കയാണ്. ഏത് മതവിശ്വാസമാണ് അമേരിക്കയെ ഇത് ജയിപ്പിക്കുന്നത്? തെരഞ്ഞു പോകാറില്ലല്ലോ. ഇന്ത്യയിൽ RSSകാർ പ്രചരിപ്പിക്കുന്നത് ഈ മതവിശ്വാസത്തെ എല്ലാം ഇസ്ലാം മതവിശ്വാസികളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി തീവ്രവാദ പ്രസ്ഥാനങ്ങളെയാണല്ലോ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഏത് മതവിശ്വാസമാണ് അമേരിക്കയെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്നത്? ഇവർ വിശദീകരിക്കേണ്ടതായിട്ടില്ലേ? ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഇവിടെ തർക്കമാണ് കേരളത്തിൽ. സാധാരണഗതിയിൽ കേരളത്തിൽ അങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നതല്ല. എന്നാൽ സംഘപരിവാർ ഹാൻഡിലുകൾ, ഗാസ ഉൾപ്പെടെയുള്ള തീവ്രമായ വർഗീയ പ്രസ്ഥാനങ്ങൾ, പാലസ്തീനും ഇസ്രായേലും പോലെയുള്ള യുദ്ധവേളകളിൽ മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ച് പ്രതിരോധം തീർക്കേണ്ടെടുത്ത മതം കലർത്താൻ പരിശ്രമം നടത്തിയത് ഞാനും നിങ്ങളും കണ്ടതല്ലേ? പാലസ്തീനെ ഒരു മതമായി ബന്ധപ്പെടുത്താൻ പരിശ്രമം നടന്നില്ലേ? ഇസ്രായേലിനെ മറ്റൊരു മതമായി ബന്ധപ്പെടുത്താൻ പരിശ്രമം നടത്തില്ലേ? ഇവർ പ്രചരിപ്പിച്ചത് ഇസ്രായേൽ വിശ്വാസികളെല്ലാം ക്രിസ്തീയ വിശ്വാസികളാണെന്നാണ്. യഥാർത്ഥത്തിൽ ചരിത്രം പഠിച്ചാൽ നമുക്ക് ബോധ്യമാവുന്നത് ക്രിസ്ത്യൻ വിശ്വാസവും ഇസ്രായേലുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ്. അവിടെ ജൂതന്മാരാണ് താമസിക്കുന്നത്. ഇസ്ലാം വിശ്വാസികൾ കഴിഞ്ഞാൽ ഇസ്രായേലിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്. അപ്പോഴാണ് കേരളത്തിലെ കാസക്കാർ പറയുന്നത് ഇത് ഇസ്ലാമും ക്രിസ്ത്യാനിയും തമ്മിലുള്ള യുദ്ധമാണ് എന്ന്. എങ്ങനെയാണ് മാനുഷികമായൊരു വിഷയം പോലും, മനുഷ്യർ മരിച്ചു വീഴുന്ന ദയാരഹിതമായ യുദ്ധം പോലും മതത്തെ ബന്ധപ്പെടുത്തി അവതരിപ്പിക്കാൻ
വർഗീയ ശക്തികൾ പരിശ്രമിക്കുന്നതെന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിയുകയാണ്. അതാണ് ഇസ്രയേൽ പാലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ നടന്ന പ്രചരണം. 80,000 മനുഷ്യർ മരിച്ചു വീണു പാലസ്തീനിൽ. 80,000 മനുഷ്യർ പാലസ്തീനിൽ മരിച്ചു വീണത് അവർ ജനിച്ചു വീണ മണ്ണിലാണ്, അവർ ജനിച്ചു വീണ് വളർന്ന മണ്ണിലാണ്. അവർ ചെയ്ത തെറ്റെന്താണ്? ഇന്നും അവർ ലോകത്തോട് ചോദിക്കുകയാണ്. പാലസ്തീനിലും ഗാസ മുനമ്പിലും ജനിച്ചു വീണ മനുഷ്യർ അവർ ജനിച്ചുപോയി, മനുഷ്യരായി പോയി, പാലസ്തീൻ വാസികളായി പോയതിന്റെ പേരിൽ ഇസ്രയേലിന്റെ ഭീകരമായ ആക്രമണത്തിൽ അമേരിക്കയുടെ ഒത്താശയോടുകൂടി വേട്ടയാടപ്പെടുമ്പോ, ആക്രമിക്കപ്പെടുമ്പോ, ഇല്ലാതാക്കപ്പെടുമ്പോ, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ദയാരഹിതമായി കൊല്ലപ്പെടുമ്പോ, ലോകത്ത് മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ച് നിലപാട് സ്വീകരിക്കേണ്ട മനുഷ്യന്റെ മനസ്സിലേക്ക് മതം കടത്തി ഭിന്നിപ്പുണ്ടാക്കാൻ രാജ്യത്തെ ഭരണകൂടം ഉൾപ്പെടെ പരിശ്രമിക്കുന്നത് ഞാനും നിങ്ങളും കണ്ടു. ഇന്ത്യ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 947 ഇന്ത്യ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇന്നോളം ഇന്ത്യ സ്വീകരിച്ച എല്ലാ രാഷ്ട്രീയ നിലപാടും പൊരുതുന്ന പാലസ്തീനൊപ്പമായിരുന്നു.